Hello guys, hope you're doing good. We are making a Father's Day special gift. So നമുക്ക് നമ്മുടെ അച്ഛന്മാർക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. Guys, this is our first gift. This is my old album. നിങ്ങളുടെ വീട്ടിലും ആൽബം ഒക്കെ ഇല്ലേ? And take that album, ഏത് ഫോട്ടോ ആണെങ്കിലും ചൂസ് ചെയ്തു. So guys, here we want some ice cream sticks. Next, take one color sketch. 1, 2, 3. Ambrika boom. And then magic. So we are done the coloring. So guys, this is my favorite photo. It's Papa and me. So guys, we are making a frame. So back support-ന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് ആൻഡ് ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് ആൻഡ് സ്റ്റിക്ക് ഇറ്റ്. Why are you not subscribe my channel? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഡൂഡിൽസ്. നിങ്ങൾ സബ്സ്ക്രൈബ് പോയി ചെയ്യട്ടോ. അപ്പോഴേക്കിനായി ഒരു പണിയൊക്കെ തീർക്കട്ടെ. ഇവിടെ ഗൈസ് അത്യാവശ്യം നന്നായി ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യണേ. ഗൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിം ഈ കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സോ വി ആർ സ്റ്റിക്ക് ദി ഫ്രെയിം ഇൻ ദി കാർഡ്ബോർഡ്. ഒരു ഫ്രെയിം ആ കാർഡ്ബോർഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ് അവർ ഫസ്റ്റ് ഗിഫ്റ്റ് ഇസ് ഡൺ. ഇറ്റ്സ് എ ഫോട്ടോ ഫ്രെയിം. So guys, now we are going to do our second gift. So ഞാൻ ഇവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് ആൻഡ് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് യോർ ഫേവറേറ്റ് കളർ ഓവർ ഹിയർ. എന്നിട്ട് ആ പേപ്പർ ഈ 2 സൈഡും ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കെയർഫുള്ളായിട്ട് ഈക്വലായിട്ട് ഈ ഒരു പേപ്പർ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. വി ആർ ഗോയിങ് ടു മേക്ക് എ ഷർട്ട്. ഫോൾഡ് കാണുമ്പോഴൊക്കെ നല്ല ഹാർഡ് പോലെ തോന്നുകയാണെങ്കിൽ ഇപ്പം നല്ല ഈസിയാണ്. സോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കോർണർ വരാൻ വേണ്ടിയിട്ട് ഒരു ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. ഗൈസ് വി ആർ ട്രൈങ് ടു മേക്ക് എ കോട്ട് ഓവർ ഹിയർ. ഗൈസ് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ ഫുള്ളായി സ്റ്റിക്ക് ചെയ്യണമെന്നല്ല, ആ ഒരു ഇപ്പോൾ കാണിച്ചുന്ന ലൈൻ അവിടെ വരെ സ്റ്റിക്ക് ചെയ്യാം. ഈ താഴെ ഒന്നും സ്റ്റിക്കായിട്ടില്ല, ബട്ട് നമ്മൾ ശരിയാക്കി. യു ക്യാൻ സ്കെയിൽ ഓവർ ഹിയർ. സ്കെയിൽ നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഗൈസ് വി ആർ ഡൺ മേക്കിംഗ് ദി കോട്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മളെ കോട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്സ്റ്റ് we want to write a letter, right? We have took a A4 sheet in the first, right? Take it and come. ഗൈസ് നമ്മളിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് 4 സൈഡ്സിൽ നിന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഒരു ബനിയൻ പോലത്തുള്ള ഷർട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ 4 സൈഡ് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എവിടെയല്ലേ കട്ട് ചെയ്യേണ്ടി, ഈ ഒരു 2 ഭാഗം കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മളിവിടെ കട്ട് ചെയ്യാൻ. സോ അവിടെ കറക്റ്റാണ്. ദെൻ നമ്മൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഷർട്ട് കോളം ആ ഒരു രീതിക്ക് വരാനാണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷർട്ട് രീതിക്ക് കിട്ടാനാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ പുട്ട് ഇറ്റ് ഇൻസൈഡ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണം. ബാലൻസ് വരുന്നവിടെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഉള്ളിലൊരു കോട്ട് കൊടുക്കണം കേട്ടോ. കോട്ട് വെച്ചാൽ എന്തെങ്കിലും എഴുതി കൊടുക്കുക, ഒരു ലെറ്ററോ എന്തെങ്കിലും ഫാദേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലെറ്റർ കൊടുക്കുക. സോ ഞാൻ ഇവിടെ 2 കളേഴ്സ് എടുത്തിരിക്കുന്നത്. I have used alcohol markers. You can use any colors you have. സോ ഞാനിവിടെ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ റെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഐ ഹാവ് പുട്ട് സം ബോർഡർ. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എൻ്റെ മൾട്ടിപ്പിൾ സ്കെയിലുണ്ട്. അതിൽ കുറച്ച് സ്റ്റാർസും സർക്കിൾസും അതിനൊക്കെ ഞാൻ ജസ്റ്റ് ഇതാണ് ഇട്ടിരിക്കുന്നത്. നമ്മളൊരു ബോർഡർ പോലത്തെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ 4 സൈഡും സ്റ്റാർസ് ഇട്ടു. ഇനി അതിൽ എന്തെങ്കിലും എഴുതി കൊടുക്കും. നിങ്ങൾക്ക് ലെറ്റർ എഴുതി കൊടുക്കാം, എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു കോട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ഇമ്പ്രസ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ലൈൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഒരു സിമ്പിൾ ലൈൻസോ ലെറ്ററോ എന്ത് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കുഞ്ഞ് ചെറിയ കാർഡ് ഉണ്ടാക്കണം. സോ ഒരു ലൈൻ പോലത്തെ ഉള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഹാഫായി കട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഹാർട്ട് ഷേപ്പായി കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചാൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. സോ നമുക്ക് കട്ട് ചെയ്യാം. സോ ഗൈസ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കട്ട് ചെയ്തു. ഇവിടെ ഒരു ഹാർട്ട് പോലെ വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ നമ്മളിവിടെ ഒരു പോക്കറ്റ് രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് ഐ ലവ് യു പപ്പ എന്നാണ് എഴുതിയിരിക്കുന്നത്.
ആൻഡ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഇവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആൻഡ് ബാക്കിലൊരു ഹാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിലല്ല ഫ്രണ്ടിലൊരു ഹാർട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്യൂട്ടായിക്കോട്ടെ പറഞ്ഞിട്ടാണ്. ആൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ടീഷർട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. സോ എനിക്ക് ഫൈനൽ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇന്നത്തെ ഒരു കവർ എടുക്കുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കവർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ടീഷർട്ട് ആൻഡ് ഫ്രെയിം വി ആർ പുട്ടിങ് ഇൻസൈഡ് ഇറ്റ്. സോ നമ്മൾ ടീഷർട്ട് ഇട്ടു ആൻഡ് വി ആർ ഗോയിങ് ടു പുട്ട് അവർ frame also. So our gift pack is done, and thank you and subscribe our channel.